നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗൾഫ് മേഖലയിൽ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ ഭീതിയിൽ പുകയുകയാണ്. ഇറാനുമായുള്ള സൈനിക സംഘർഷം നിയന്ത്രണാതീതമായി പടരുന്നതിനിടെ മേഖലയിലെ 10 പ്രധാന രാജ്യങ്ങളിൽ കഴിയുന്ന തങ്ങളുടെ പൗരന്മാരോട് അടിയന്തരമായി രാജ്യവിടാനോ അതിനായി സജ്ജരായിരിക്കാനോ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ എംബസികൾ. അവർ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇതിന്റെ ഒരു വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് അമേരിക്ക മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് തങ്ങളുടെ പൗരന്മാരോട് ആ ഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ രാജ്യങ്ങളിൽ നിന്ന് എത്രയും വേഗം തന്നെ സുരക്ഷിതരായിട്ട് മാറാനോ അല്ലെങ്കിൽ അതിന് സജ്ജരായിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്ക ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏത് നിമിഷവും ആക്രമണം കടുക്കാമെന്നും വിമാന സർവീസുകളും വ്യോമപാതകളും അടഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്നും കാട്ടിയാണ് US വിദേശകാര്യ മന്ത്രാലയം ഈ അടിയന്തര ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. UAE, ഖത്തർ, ഒമാൻ, ഇറാഖ്, ജോർദാൻ, ഇസ്രായേൽ, കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റൈൻ, ഏറ്റവും ഒടുവിലായി ഈജിപ്ത് എന്നീ 10 രാജ്യങ്ങളിലുള്ള അമേരിക്കക്കാർക്കാണ് തൽക്കാലം അവിടങ്ങളിൽ നിന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഏത് നിമിഷവും സ്ഥലം വിടാൻ സജ്ജരായിരിക്കാനോ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം പ്രവചനാതീതമായി തുടരുകയാണെന്നും എംബസി വ്യക്തമാക്കുന്നു. ഇറാനെതിരെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള കടുത്ത ആക്രമണത്തിന് US തയ്യാറെടുക്കുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ക്യാമ്പ് ഡേവിഡിൽ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പ്. ഈ വാരാന്ത്യത്തോടെ തന്നെ ഇറാനിൽ പുതിയ വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചേക്കുമെന്ന സൂചനയും ട്രംപ് നൽകുന്നുണ്ട്. തങ്ങൾ അവരെ വളരെ കഠിനമായി തന്നെ ആക്രമിക്കും, ഇനി ഞങ്ങൾക്ക് ഇത് താങ്ങാൻ കഴിയില്ല എന്ന് അവർ തന്നെ പറയുന്ന ഒരു ഘട്ടം വരുമെന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. നയതന്ത്ര ചർച്ചകളിലേക്ക് കടക്കാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഞങ്ങൾക്ക് ജയിക്കണം, അത് മാത്രമാണ് ലക്ഷ്യമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉറച്ച മറുപടി. ഇറാന്റെ ഊർജ്ജ നിലയങ്ങളെയും പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് വൻ ബോംബാക്രമണ പരമ്പരയ്ക്കാണ് USഉം ഇസ്രായേലും പദ്ധതിയിടുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാന്റെ ഭരണകൂട സൈനിക ശേഷിയെയും പൂർണ്ണമായി തളർത്തുകയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. വാഷിംഗ്ടണിന്റെ നിർദ്ദേശങ്ങൾ ഏത് നിമിഷവും നടപ്പിലാക്കാൻ പെന്റഗൺ സജ്ജമാണെന്നും വാർ ഡിപ്പാർട്ട്മെന്റ് വക്താവ് ഷോൺ പാർണൽ വ്യക്തമാക്കി. സുരക്ഷാ മുന്നറിയിപ്പിൽ ഇറാന്റെ അപ്രതീക്ഷിത ആക്രമണങ്ങളെക്കുറിച്ചും പരാമർശമുണ്ട്. യാതൊരു പ്രകോപനവുമില്ലാതെ പ്രദേശങ്ങളിൽ ആക്രമണം നടത്താനും നേരത്തെ ആക്രമണ പരിധിയിൽ ഇല്ലാതിരുന്ന ഈജിപ്ത് പോലുള്ള മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാനും ഇറാൻ തീരുമാനിച്ചതായി US എംബസി ചൂണ്ടിക്കാണിക്കുന്നു. USുമായുള്ള വെടിനിർത്തൽ ധാരണകൾ ഇറാൻ ലംഘിച്ചതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റും ആരോപിച്ചു. ഇറാൻ കരാർ ലംഘിക്കുകയാണ്, വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും അമേരിക്കൻ സൈനികരെ വധിക്കുകയും ചെയ്തതായി അവർ പറഞ്ഞു. ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ ട്രംപ് തയ്യാറല്ലെന്നും ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ലെന്നും ലീവിറ്റ് വ്യക്തമാക്കി. അതേസമയം US നീക്കത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നീക്കങ്ങൾക്ക് കനത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. തിരിച്ചടിക്കാനായി സമഗ്രമായ പദ്ധതികൾ ഇറാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും സിയോണിസ്റ്റ് ഭരണകൂടത്തിന്റെ സുപ്രധാന കേന്ദ്രങ്ങളും US ഊർജ്ജ നിലയങ്ങളും തങ്ങളുടെ ലക്ഷ്യമാണെന്നും അവർ വ്യക്തമാക്കി. അമേരിക്കയ്ക്ക് താവളം ഒരുക്കുന്ന പ്രാദേശിക രാജ്യങ്ങളെ ലക്ഷ്യമിടുമെന്നും ഇറാന്റെ സൈനിക സെൻട്രൽ കമാൻഡ് തലവൻ അലി അബ്ദുല്ലഹി വ്യക്തമാക്കി. അമേരിക്ക തങ്ങളുടെ തകരുന്ന സൈന്യത്തിന് പ്രതിരോധ കവചമായി ഗൾഫ് രാജ്യങ്ങളുടെ സമ്പത്തും അടിസ്ഥാന സൗകര്യങ്ങളും ഉപയോഗിക്കുകയാണെന്നും ആക്രമണകാരിയായ അമേരിക്കയ്ക്ക് പ്രതിരോധ കവചമൊരുക്കുന്ന ഏതൊരു രാജ്യവും യുദ്ധജ്വാലയിൽ വെന്തുപോകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ US സൈനിക താവളമുള്ള കുവൈറ്റിന് നേരെയും ഇന്നലെ പുലർച്ചെയും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ കുവൈറ്റ് വ്യോമസേന ഈ ഡ്രോണുകൾ വിജയകരമായി തകർത്തതിനാൽ വൻ ദുരന്തമൊഴിവായി. ഇതിനു പുറമെ ലോകത്തെ പ്രധാന ഊർജ്ജപാതയായ ഹോർമുസ് കടലിടുക്കിലെ എണ്ണക്കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടർന്നാൽ ഇറാന്റെ പാലങ്ങളും പവർ പ്ലാന്റുകളും തകർക്കുമെന്നും ട്രംപ് നേരത്തെയും വ്യക്തമാക്കിയിരുന്നു. ഇതിനകം തന്നെ സിവിലിയൻ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില പാലങ്ങൾ US തകർത്തതായും ടെഹ്റാനിലെ വൈദ്യുതി വിച്ഛേദിക്കുന്നതിനെ കുറിച്ച് അമേരിക്കൻ ഭരണകൂടം ആലോചിക്കുന്നതായും CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. US മധ്യസ്ഥ വഹിച്ച വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ ആക്രമണങ്ങൾ നിർത്തിവെച്ചിരുന്ന ഇസ്രായേൽ ഈ സംയുക്ത നീക്കത്തോടെ വീണ്ടും സജീവമായി രംഗത്തിറങ്ങും. ഇസ്രായേൽ വ്യോമസേന അമേരിക്കൻ സേനയുമായി ചേർന്ന് ഏകോപിത ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്.
മേഖലയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഗാസയിലും ഇസ്രായേൽ രൂക്ഷമായ ആക്രമണം തുടരുകയാണ്. മധ്യ ഗാസയിലെ അൽ അക്സ രക്തസാക്ഷി ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രധാന മരുന്ന് ഗോഡൌണുകൾ പൂർണ്ണമായും തകർന്നു. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങാൻ സമ്മതിച്ചെന്ന് സമാധാന കരാറിന് വഴങ്ങിയെന്നും ട്രംപ് പ്രഖ്യാപിച്ച് 48 മണിക്കൂർ തികയും മുമ്പാണ് ഈ ആക്രമണം നടന്നത്. എന്നാൽ ഹമാസ് പൂർണ്ണമായി നിരായുധരാകാതെ സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അലക്സ ആശുപത്രിയിലെ മരുന്ന് ഗോഡൌൺ തകർന്നതോടെ ഗാസയിലെ അടിയന്തര മെഡിക്കൽ സഹായം പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലായി. മരുന്നുകൾക്ക് നേരെ ബോംബെറിയുമ്പോൾ രോഗങ്ങൾക്കൊരു യുദ്ധായുധമായി മാറുന്നു എന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം ഡയറക്ടർ ജനറൽ ഡോക്ടർ മുനീർ അൽ ഗുർഷ് പ്രതികരിച്ചു. നിലവിൽ മിഡിൽ ഈസ്റ്റിൽ ഉടലെടുത്തിരിക്കുന്നത് സംഘർഷാവസ്ഥ ആഗോളതലത്തിൽ തന്നെ വലിയ സാമ്പത്തിക സൈനിക പ്രത്യാഘാതങ്ങൾക്ക് വഴി തെളിയിക്കുമെന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങളുള്ളത്. ഏതായാലും ഓരോ രാജ്യങ്ങളും ഈ പറയുന്ന യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിലുള്ള തങ്ങളുടെ പൗരന്മാരോട് ഏറ്റവും സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ തുടരാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റുള്ള സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോകാനോ ഉള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും വ്യോമപാതയടക്കം അടച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാക്രമണ സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് തങ്ങളുടെ പൗരന്മാർക്ക് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ഇപ്പോൾ അമേരിക്ക അടക്കം നൽകുന്നത്.